2026 റീനീറ്റ് എക്സാമിനേഷന്റെ ആൻസർ കീ NTA പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഈ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ആൻസർ കീ ചെക്ക് ചെയ്യാൻ NTA വെബ്സൈറ്റായ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം യൂസർ നെയിമും പാസ്വേഡും എൻട്രി ചെയ്ത് പ്രൊഫൈൽ പേജിലേക്ക് എൻട്രി ചെയ്യുക. അതിനുശേഷം ആൻസർ കീ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ NTA പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആൻസറിനെ ചലഞ്ച് ചെയ്യാം. നമുക്കറിയാം ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്തത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ NTA ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യന്റെ ബോണസ് മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കും. ഇതിനോടൊപ്പം ഒരു ക്വസ്റ്റ്യന് 2 ആൻസറും NTA നൽകിയിട്ടുണ്ട്. ഇനി എല്ലാ വിദ്യാർത്ഥികൾക്കും അവരവർ എഴുതിയ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ വേർഷൻ കോഡ് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ആ വേർഷൻ കോഡിന്റെ ആൻസർ കീ വേണം ചെക്ക് ചെയ്യാൻ. നമുക്കറിയാം 4 വേർഷൻ കോഡ് ഉണ്ട്. അപ്പൊ ഇവിടെ NTA ആൻസർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 4 വേർഷൻ കോഡിന്റെയുമാണ്. ഇനി നീറ്റ് എക്സാമിനേഷൻ ജൂൺ 21 കഴിഞ്ഞതിന്റെ അന്ന് ഈവനിങ് തന്നെ ആൽഫ അക്കാഡമി ആൽഫയിലെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷമുള്ള ആൻസർ കീ പബ്ലിഷ് ചെയ്തിരുന്നു. ആ സെയിം ആൻസർ കീ തന്നെയാണ് ഒത്തിരി അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാം NTA അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ക്വസ്റ്റ്യന് ഒന്നിൽ കൂടുതൽ ആൻസർ വരുമെന്നും ആൽഫ അക്കാഡമിയിലെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ സെയിം പാറ്റേണിൽ തന്നെയാണ് NTA ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആൽഫ അക്കാഡമിയുടെ ആൻസർ കീയും വീഡിയോയും കണ്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത മാർക്കിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൽ എത്ര മാർക്ക് വരും എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോവാം. ഇനി വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാം. അതിനായി എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ചലഞ്ച് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ക്വസ്റ്റ്യൻ ആണോ ചലഞ്ച് ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യന് 200 rupees നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായി ചെയ്ത് കാൽക്കുലേഷൻസ് ചെയ്ത് ആ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ആ ആൻസർ ചലഞ്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആൻസർ ആണെന്ന് NTA പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെമിറ്റ് ചെയ്ത ആ 200 rupees തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യന് നമുക്ക് ചലഞ്ച് ചെയ്യാം, എത്ര ക്വസ്റ്റ്യൻസും ചലഞ്ച് ചെയ്യാം. പക്ഷേ ഓരോ ക്വസ്റ്റ്യനും 200 rupees വീതം നമ്മൾ ഫീസായി റെമിറ്റ് ചെയ്യണമെന്ന് മാത്രം. ഇങ്ങനെ ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള ഡേറ്റ് 26, 27, 28 3 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ആൻസർ കീ ചെക്ക് ചെയ്യുക. ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുക. ഇതിനോടൊപ്പം NTA ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. 2026 ക്യാൻസൽ ചെയ്ത ഫസ്റ്റ് എക്സാമിനേഷൻ അതിന് റെമിറ്റ് ചെയ്തിരിക്കുന്ന എക്സാമിനേഷൻ ഫീ ആരെങ്കിലും റിട്ടേൺ കളക്ട് ചെയ്യാൻ ബാങ്ക് അക്കൗണ്ടുകൾ NTA സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് അപ്ലോഡ് ചെയ്യാൻ ഒരവസരം കൂടി നൽകിയിരിക്കുന്നു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ ജൂൺ 30th ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് NTA വെബ്സൈറ്റിൽ കൃത്യമായി ആൻസർ കീ ചെക്ക് ചെയ്യുകയോ ചലഞ്ച് ചെയ്യുകയോ, ഇതുമല്ല ബാങ്ക് അക്കൗണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യാനുള്ള കൃത്യമായ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് NTA ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് മനസ്സിലാക്കി കൃത്യമായി മുന്നോട്ട് മൂവ് ചെയ്യുക. ഇനി ഇതിനോടൊപ്പം NTA എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു, ആൻസർ കീ ചലഞ്ച് വന്നു, ഇതിനുശേഷം ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ജൂലൈ ഒരു 2nd വീക്കോടുകൂടി തന്നെ NTA ഈ വർഷത്തെ റീനീറ്റിന്റെ എക്സാമിനേഷന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് ആണ്. 4 അലോട്ട്മെന്റിലൂടെ നമുക്ക് കോളേജുകളും കോഴ്സുകളും നേടിയെടുക്കാം. അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.